നമസ്തേ. എൻ്റെ പേര് ഐമനം അജിത്ത്. ന്യൂമറോളജി, പ്രോണോളജി, വാസ്തു കൺസൾട്ടേഷൻ, ശരനൂൽ ശാസ്ത്രം, ടാരോട്ട് എന്നിവ പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എല്ലാം ആനുകാലികമായിട്ടുള്ളതാണ്. ഈ കൊലപാതക പരമ്പരകളെല്ലാം നമ്മൾ മാറ്റി. അത് വേണ്ട. നമുക്ക് അല്പം ദേശീയമായിട്ടും അന്തർദേശീയമായിട്ടുള്ളതൊക്കെയാണ് നല്ലത്. പഠിക്കാൻ അതാണ് ഏറ്റവും നല്ലത്. ഊഹാപോഹങ്ങൾ തട്ടിവിട്ടുകൊണ്ടുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ ചെയ്യില്ല. കാരണം ഊഹാപോഹങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നാളെ തെറ്റ് ഉണ്ടാകത്തില്ല. നമ്മുടെ ഈ കണക്കുകൂട്ടൽ തെറ്റില്ല. ഇതെല്ലാം ചരിത്രപരമായ വസ്തുതയും മറ്റുള്ള ആധികാരികമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. ഇതിൽ മതപരമായോ രാഷ്ട്രീയപരമായ ഒരു കാഴ്ചപ്പാടും ആരും എടുക്കാൻ പാടില്ല. കാരണം ഇതൊരു പഠന ക്ലാസ്സാണ്. ഓക്കൾട്ട് സയൻസ്, നിഗൂഢശാസ്ത്രം എന്ന ഒരു പഠന ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമുക്ക് ആരോടും ഒരു പ്രത്യേകമായ ഒരു പാർഷ്യാലിറ്റിയും ഇല്ല. അതായത് ഈ ചാനൽ കാണുന്നവർ പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് കമൻറ്റുമായി വരരുത്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതിന് മുൻപായിട്ടുള്ള ഒരു 10-15 വീഡിയോസ് കാണുക. അപ്പോൾ മനസ്സിലാകും ഇതിലുള്ള റിയാലിറ്റി. ഓക്കെ, താങ്ക് യു. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയായ SDPIയുടെ പ്രസിഡന്റ്, ദേശീയ നാഷണൽ പ്രസിഡൻ്റായ മൊയ്തീൻകുട്ടി ഫൈസൽ എന്ന വ്യക്തിയെ കഴിഞ്ഞ ദിവസം ഡൽഹി എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ED, എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ മൊയ്തീൻകുട്ടി ഫൈസിയുടെ പേരിൽ, അതാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം, MK ഫൈസി എന്ന് ഷോർട്ട് ഫോമായിട്ട് പറയുന്നു, 17 ലെറ്റേഴ്സാണ് ഉള്ളത്. ഈ 17 നിങ്ങളുടെ പേരിൽ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ മരണശേഷവും നിങ്ങളുടെ പേര് ഉണ്ടായിരിക്കും. നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന കർമ്മം അനുസരിച്ചുകൊണ്ട്. നമ്മൾ ഈ മൊയ്തീൻകുട്ടി ഫൈസലിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മെറിറ്റോ ഡിമെറിറ്റോ എടുക്കേണ്ട. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹം നമ്മൾക്കൊരു ഉദാഹരണമായിട്ട് കിട്ടിയതാണ്. 17 വന്നാൽ പോസിറ്റീവായിട്ടായാലും നെഗറ്റീവായിട്ടായാലും ശരി, നിങ്ങളുടെ പേര് പിന്നീട് അവശേഷിക്കും. അദ്ദേഹം പ്രമാദമായ ഒരു പ്രസംഗമൊക്കെ ചെയ്തു. അതന്ന് ഗവൺമെൻറ് വെറുതെ വിട്ടു. ഈയിടെ ആൻറ്റി മണി ലോണ്ടറിങ്, അതായത് പണം വെളുപ്പിക്കുന്ന പ്രക്രിയ, ആ രാജ്യത്തിന് ഏറ്റവും ദ്രോഹം ചെയ്യുന്നൊരു പ്രക്രിയയാണ് ഈ മണി ലോണ്ടറിങ് എന്നുള്ളത്. അങ്ങനെയാണ് അദ്ദേഹത്തെ പിടിച്ചത്. ഇദ്ദേഹത്തെ എന്നും അറിയപ്പെടും എന്ന് പറയാൻ കാരണം എൻ്റെ മനസ്സിലും കൂടി ഭയമായ ഇതാണ്. അതായത് ഞാൻ വളരെ